ഞങ്ങൾ എന്തായി കാണിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞ കണ്ടം ക്രിക്കറ്റ് വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ബോൾ കാണാതെ പോയപ്പോഴാണ് ഞങ്ങൾ ഷട്ടിൽ കളിക്കാൻ ഇറങ്ങിയത്. നമ്മുടെ ഈ കളി കൊണ്ട് വീട്ടുകാർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊന്നും ചില്ലറയല്ല കേട്ടോ. അച്ചാച്ചൻ കഷ്ടപ്പെട്ട് വളർത്തിയ വഴുതനങ്ങ പോലും ഞങ്ങളുടെ കളിക്ക് ഇരയാവേണ്ടി വന്നു. അതൊന്ന് ശരിയാക്കി കെട്ടിക്കൊടുക്കാന്ന് വെച്ചാലോ ഈ കുരുത്തം കെട്ട പിള്ളേർ സമ്മതിക്കൂല. ദേഹോപദ്രവം തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവർക്ക് 2 മണിക്കൂർ വിലക്ക് ഏർപ്പെടുത്തി. ഞങ്ങളെ ഉപദ്രവിക്കാൻ കിട്ടാതായപ്പോൾ ഈ കുരുപ്പുകളുടെ അവിടെയുള്ള മുല്ല മൊത്തം അടിച്ച് താഴെയിട്ടു. ഇത്രയൊക്കെ ചെയ്തിട്ടും ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി കൊപ്പക്കായ തന്ന അമ്മമ്മയുടെ മനസ്സ് നിങ്ങളാരും കാണാതെ പോരുത്. ഇതിൻ്റെ ഇടയിൽ മുണ്ടും പണി തന്നു തുടങ്ങി. എല്ലാ പ്രശ്നങ്ങളൊന്നും ശരിയാക്കി വന്നപ്പോഴാണ് ഈ മുണ്ട് ചതിച്ചത്. ബോൾ പാടത്തേക്കാണ് പോയതെങ്കിൽ ഇവിടെ വില്ലൻ വീടിൻ്റെ സൺഷെയ്ഡ് ആയിരുന്നു കേട്ടോ. ഇതൊരു ഗുണാകേവ് പോലെയാണ് ഗൈസ്. പോയതൊന്നും തിരിച്ചു കിട്ടാറില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെ വിടുമോ? അപ്പുറത്തെ പുറത്ത് ഒരാളെ കയറ്റി അവൻ പറയുന്നതിനനുസരിച്ച് കോലിളക്കി തുടങ്ങി. പുള്ളിയുടെ ഗൈഡൻസ് പ്രകാരമാണോ കണ്ടു നിന്ന ദൈവത്തിന് വരെ സഹതാപം തോന്നിയിട്ടാണോ അറിയില്ല, ഷട്ടിൽ കോക്ക് താഴെ വീണു. ഇനി കാവിലെ പാട്ട് മത്സരത്തിന് കാണാം എന്നും പറഞ്ഞ് ഞങ്ങളും വിട്ടു.